അപ്പൊ ഇൻട്രോ വീഡിയോ നമ്മൾ എടുക്കുന്നത് പ്രോഗ്രാമിന് പോയിട്ട് വന്നിട്ടാണ് കേട്ടോ. നമ്മൾ എവിടെ പോയിട്ട് വന്ന ഹൗസ് പ്രോഗ്രാമിന്. അതായത് ആ ഹൗസിന്റെ സ്കൂളിന്റെ വിദ്യാനികേതന്റെ ഒരു അല്ല അതായത് യു കെ ജി 1ാം ക്ലാസ് കുട്ടികളുടെ കലോത്സവമാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഹൗസാണ് പോയത്. അപ്പം അതിൻ്റെ റീൽസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് ഉള്ളതൊക്കെ. അപ്പോൾ അവിടെ പോയ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് പോയിട്ട് വന്നിട്ട്. കാരണം രാവിലെ അവിടെ ഒരു 9 മണിയാകുമ്പോൾ അവിടെ എത്താനുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരത്തെ പോയി ആടല്ല. അപ്പം ഇവിടെ നോക്കിട്ടോ. അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് വേണം. അതിന് ശേഷം നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു ഹൗസിൻ്റെ ഒരു അനുമോദന ചടങ്ങുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് 3-ാം മൈൽ വായനാശാലയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു വ്ളോഗ്, കാരണം ഇങ്ങനെ വ്ളോഗ് നമ്മൾ എടുക്കുന്നത് കുറവായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഹൗസിൻ്റെ പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ വീഡിയോ ഇട്ടാൽ നമുക്കും കൂടി കാണാമല്ലോ. കണ്ടൻറ്റ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ വ്ളോഗ്. മുമ്പേ എടുത്തോണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹൗസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഹൗസ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായി. ഇതാണ് കേട്ടോ ഹൗസിൻ്റെ ഔട്ട്ഫിറ്റ്. ഹൗസിൻ്റെ മൂത്തമ്മയാണ് അടിച്ചു കൊടുത്തത്. അതായത് ഹൗസിൻ്റെ അച്ഛൻ്റെ ചേച്ചി. കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ എങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂം എടുത്തു കൊടുക്കും. അവർ നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി തരും കേട്ടോ. അപ്പോൾ ചിലത് നമുക്ക് കൊളാബ് വരാറുണ്ട്. ചില കോസ്റ്റ്യൂമൊക്കെ ഞാൻ കൊളാബ് ഇട്ട ആൾക്കാരെ ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, ശരി അതൊക്കെ सावधान, 1 2 फ्लैग सैल्यूट. जयकुमार जी അതുപോലെ ഗോപിയേട്ടൻ. വിദ്യാമന്ദിരത്തിലെ വിദ്യാർത്ഥിനിയുമായ ആവണിയും രാകേഷിനെയും ക്ഷണിക്കുകയാണ്. ഒപ്പം ഈ വേദിയിലുള്ള എല്ലാ പ്രമുഖരെയും ദീപ പ്രജ്വലനത്തിനായി ആദരവോടെ ക്ഷണിക്കുകയാണ്. Diba Jodi
വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദ്യ ധന്യാത്മാക്കളായിട്ടുള്ള ധാർമ്മിക ശ്രേഷ്ഠരെ, വിദ്യാർത്ഥികളെ, മഹത്തായ ഭാരതത്തിൻ്റെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഭരണഘടനയുടെ നിലവിൽ വന്ന ദിവസം എന്ന ഒരു പ്രത്യേകതയിൽ ഭരണഘടന ലോകരാഷ്ട്രങ്ങളിൽ തന്നെ മാതൃകയായതും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മരദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ആവണി രാകേഷ്, നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ആവണി രാകേഷിനെ ക്ഷണിക്കുകയാണ്. ഇനോഗ്രേഷന് ശേഷം നമ്മൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇത് നമുക്ക് ഐസ്ക്രീം പാർലറിൽ നിന്ന് തന്നൊരു കേക്കാണ് കേട്ടോ, കോംപ്ലിമെൻ്റായിട്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് മോക്കൊരു അനുമോദന ചടങ്ങുണ്ട്, അങ്ങോട്ടാണ്. അപ്പോൾ പോയിട്ട് വരാം. ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, സംഗതികൾ നമ്മുടെ ചുറ്റുപാടും നടക്കുമ്പോൾ അത് കാണാതെ പോകുന്നത്, അത് സാധാരണമാണെന്ന് വിചാരിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള 2 പ്രതിഭകളായിട്ടുള്ള കുരുന്നുകളെ ഈ ഒരു ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നു. അതിലൊന്ന് ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരം. ഈ ഉജ്ജ്വല ബാല്യം പുരസ്കാരം എന്ന് പറയുന്നത് ബാല്യകാലത്ത് തന്നെ സമൂഹം ശ്രദ്ധിക്കുന്ന ഇടപെടലുകൾ നടത്തുകയും സമൂഹത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുക അതാണ് ഈ ഉജ്ജ്വല ബാല്യം. ശിശുക്ഷേമ സമിതിയും ഇതിന് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ആവണി കോവിഡ് കാലത്താണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്നത്. കോവിഡ് കാലത്ത് കോവിഡിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഏറെ ശ്രദ്ധിച്ചത്, അന്നാണ് നമ്മൾ ഏതായി കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള കുട്ടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോൾ ആവണിക്ക് ഈ വർഷത്തെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടടുത്താണ്, കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുന്നെയാണ് അത് സംബന്ധിച്ച് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഏറെ ബഹുമാനത്തോടെ ഈ അനുമോദന ചടങ്ങിലേക്ക് ആവണി രാകേഷിനെ സ്വാഗതം ചെയ്യുന്നു. തികച്ചും വായനക്കും അങ്ങനെ വായനാശാലയിൽ കവിയരങ്ങും അനുമോദനം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കവിതകൾ കേട്ടിട്ട് നമ്മൾ വന്നു. അനുമോദനം പിന്നെ ഷീക്ക് വരാറായി. കലോത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൗസ് ഉദ്ഘാടനം ചെയ്ത അവിടെ കലോത്സവത്തിൻ്റെ അവിടെ മോനും ഉണ്ടായിരുന്നു പങ്കെടുക്കാൻ. അപ്പോൾ മോനിപ്പോൾ വരും, നമ്മൾ മോനെ കൂട്ടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരും വന്നില്ല, അവർ വരണം അത്ര. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് ആദ്യം വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവല്ലേ, അതുകൊണ്ട് നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇതാണ് കേട്ടോ ഹൗസിൻ്റെ സ്കൂള്. ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഇതാണ് ഹൗസിൻ്റെ സ്കൂള്. ഹൗസിൻ്റെ ക്ലാസ് ഏതാണ്? അതായത് 2ാമത്തെ അല്ലേ ഇത് അല്ലേ? ഫസ്റ്റ് വിൻഡോ അല്ല, സെക്കൻഡ് വിൻഡോ. സെക്കൻഡ് വിൻഡോ, തേർഡ് വിൻഡോ. അതാണ് എൻ്റെ ക്ലാസ്. എങ്ങനെയുണ്ട് സ്കൂളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയും. സ്കൂള് നല്ല സ്കൂൾ തന്നെയാണ്. ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഹൗസിൻ്റെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും. നല്ല സപ്പോർട്ടാണ് കലാകാരന്മാർക്കും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല സപ്പോർട്ടുള്ള സ്കൂളാണ്. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടീച്ചേഴ്സ് തന്നെ കുറേ സപ്പോർട്ട് ചെയ്യണോണ്ട്. അപ്പോൾ ഷീക്കു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വീഡിയോ എൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ടാറ്റാ. ഷീക്കു അങ്ങനെ വന്നിരിക്കുകയാണ്. എന്ത് തന്നെ ആര് മേടിച്ചേ? ഇഷ്ടായ? അങ്ങനെ ഉണ്ട്? അതെ, എന്നാ ടാറ്റ ബൈ പറഞ്ഞേ.
അത് ഓടിച്ചിട്ടാ തിന്നേട്ടാ ചീക്ക് ഉമ്മ. അപ്പൊ അനക്ക് ഉമ്മയില്ലേ? അനക്ക് ഉമ്മയില്ലേ? ഇങ്ങോട്ട് നോക്ക് എൻ്റെ ഉമ്മ.